രാജ്യതലസ്ഥാനം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ജനങ്ങളുടെ വിധി പെട്ടിയിലായി കഴിഞ്ഞു. തുടർച്ചയായി മൂന്നാം വട്ടവും ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ വരുമോ, അതോ 27 വർഷങ്ങൾക്ക് ശേഷം അധികാരം പിടിക്കാൻ BJPക്ക് സാധിക്കുമോ, അതുമല്ലെങ്കിൽ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ? ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഇനിയുള്ള മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. എക്സിറ്റ് പോളുകൾ ശരിയാണെങ്കിൽ തിഹാർ ജയിലിലേക്ക് പോയതിന്റെ സഹതാപം അരവിന്ദ് കെജ്രിവാളിനോ ആം ആദ്മി പാർട്ടിക്കോ കിട്ടിയില്ല എന്ന് വേണം കരുതാൻ. ഹേമന്ത് സോറൻ അഴിമതിക്കാരനല്ല എന്ന് ജാർഖണ്ഡ് ജനത വിശ്വസിച്ചപ്പോൾ ആ വിശ്വാസം ഡൽഹി ജനതയ്ക്ക് കെജ്രിവാളിൽ ഇല്ല എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2100 രൂപ നൽകാമെന്ന വാഗ്ദാനത്തെക്കാൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഡൽഹി നഗരത്തിന് സംഭവിച്ച തകർച്ചയാണ് വോട്ടർമാരെ സ്വാധീനിച്ചത് എന്ന് വ്യക്തമാണ്. നല്ല വെള്ളം കിട്ടാത്ത, തകർന്ന ഓവുചാലുകൾ നിറഞ്ഞ, കുഴികൾ നിറഞ്ഞ റോഡുകളുള്ള ഒരു നഗരമായി ഡൽഹിയെ മാറ്റിയതിലുള്ള പ്രതിഷേധവും വോട്ടായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന എക്സിറ്റ് പോളുകളിൽ ഒരു കാര്യം വ്യക്തമാണ്. വലിയ സീറ്റുകളുടെ വ്യത്യാസത്തിൽ BJPക്ക് ഭരണം കിട്ടില്ല. പല സർവേകളിലും 40 മുതൽ 45 സീറ്റുകൾ വരെയാണ് BJPക്ക് നൽകുന്നത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 36 സീറ്റുകൾ മാത്രം. ആം ആദ്മിക്ക് ലഭിക്കുമെന്ന് പറയപ്പെടുന്ന സീറ്റുകൾ 20 മുതൽ 25 വരെയാണ്. ഇവിടെയാണ് കോൺഗ്രസ് നേടുന്ന സീറ്റുകൾ ഡൽഹി ഭരണത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് അറിയേണ്ടത്. പുറത്തുവന്ന സർവേകളിൽ കോൺഗ്രസിന് പരമാവധി നൽകുന്ന സീറ്റുകൾ 1 മുതൽ 3 വരെയാണ്. എന്നാൽ അതല്ല യാഥാർത്ഥ്യമെന്നതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ ആത്മവിശ്വാസം മാത്രമായി നമുക്കതിനെ കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ കോൺഗ്രസ് കൂടുതലായി 4 or 5 സീറ്റുകൾ പിടിച്ചെടുത്താൽ പോലും കോൺഗ്രസിനെ എഴുതിത്തള്ളാൻ സാധിക്കില്ല. അതായത് 5 മുതൽ 10 വരെയുള്ള സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കുകയാണെങ്കിൽ ഡൽഹിയിൽ ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന ഒരു കിങ് മേക്കർ റോളിൽ കോൺഗ്രസ് എത്തുമെന്നത് യാഥാർത്ഥ്യമാണ്. അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ കാല് പിടിക്കുന്ന അവസ്ഥയിലേക്ക് കെജ്രിവാൾ എത്തുന്നത്. ഡൽഹി കൈവിട്ടാൽ കെജ്രിവാളിന് തിഹാർ ഉറപ്പിക്കാം. കോൺഗ്രസിന് 10 സീറ്റുകളെങ്കിലും കിട്ടിയാൽ മാത്രമേ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ തൽക്കാലത്തേക്കെങ്കിലും രക്ഷപ്പെടുകയുള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ സർവേ ഫലങ്ങളിൽ ഒന്നുപോലും കൃത്യമായില്ല എന്നതാണ് ആകെയുള്ള പ്രതീക്ഷ. BJPക്ക് വലിയ തകർച്ച പറഞ്ഞ സർവേകൾ പക്ഷേ യഥാർത്ഥ ഫലം വന്നപ്പോൾ മുങ്ങിപ്പോയിരുന്നു. ആ അവസ്ഥ ഡൽഹിയിലും ഉണ്ടാകണം എന്നുള്ള പ്രാർത്ഥനയിലാണ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും.